നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി 24ാമത് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കം. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ SSLC പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവുമായി വിജയോത്സവം സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിനോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി 24ാമത് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കം. ഞായറാഴ്ച രാവിലെ 4 മണിക്ക് 108 കരിക്കഭിഷേകത്തോടെയാണ് ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് രാവിലെ 5:15 വൈകിട്ട് 5:30 ചുറ്റുവിളക്ക് സമർപ്പണം നടന്നു. വൈകിട്ട് 6 മണിക്ക് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കമായി. പ്രശസ്ത സംഗീതജ്ഞ മീര രാംമോഹൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. സാവധാനം അടിയൻ കൊളുത്തിനേ ഈയൊരു ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആദ്യമായിട്ടാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വരുന്നതും പാടാൻ ഒരവസരം ലഭിക്കുന്നതും. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. ക്ഷേത്രവുമായി 24 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു പാരമ്പര്യം ഇതിന് അവകാശപ്പെടാനുണ്ട് എന്നറിഞ്ഞു. പ്രഗത്ഭമതികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉദ്ഘാടനം ചെയ്തൊരു വേദിയാണ്. അതിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഗീതം കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് കിട്ടുന്ന കിട്ടുന്ന ചില ഭാഗ്യങ്ങളും യോഗങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ്. എന്തായാലും ക്ഷണിച്ചതിലുള്ള സന്തോഷം. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഒപ്പം ആശംസിക്കുകയും ചെയ്യുന്നു. പത്മശ്രീ പെരുമനം കുട്ടന്മാരാർ അധ്യക്ഷനായി. കൈതപ്രം സാരും കലാമണ്ഡലം കേശവേട്ടനും തുടങ്ങി സംഗീതജ്ഞർ നിരവധി വേദികളിലൊക്കെ വരുമ്പോൾ പലപ്പോഴും പറയും, ഒരു പാട്ട് പാടണം, ഒരു സംഗീതം കേൾക്കണം എന്ന് നമ്മൾ പറഞ്ഞു പാടിക്കാറുണ്ട് ഉദ്ഘാടന സമയത്ത്. ഇത്തവണ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി, അത് കഴിഞ്ഞാൽ മീരയുടെ വാക്കുകൾ, മീരയുടെ പ്രസംഗം നമുക്ക് കേൾക്കാം. അതിനുശേഷം നല്ലൊരു സംഗീത വിരുന്ന് മീര ഇവിടെ അവതരിപ്പിക്കും എന്നുള്ളത് അത് കേൾക്കാനാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് ഇത്തവണത്തെ സംഗീതോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാളെ രാവിലെ പുല്ലാങ്കഴ് കച്ചേരിയോടുകൂടി സംഗീത ഉത്സവം ആരംഭിക്കും. പതിവ് പോലെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം അവസാന ദിവസം പഞ്ചരത്ന കീർത്തനത്തോടു കൂടിയാണ് ആറാട്ടുപുഴ സംഗീതോത്സവം സമാപിക്കാറ്. ഇക്കൊല്ലവും ശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾ എല്ലാം സംഗീതോത്സവവും എല്ലാം ഭംഗിയായി നടക്കാൻ ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. ആറാട്ടുപുഴ, പല്ലിശ്ശേരി, പനങ്കുളം, മുളങ്ങ്, ഞെരുവശ്ശേരി പ്രദേശങ്ങളിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ഉം ഡിഗ്രി വിഭാഗത്തിൽ 80% മുകളിലും വിജയം നേടിയ കുട്ടികൾ അനുമോദനം ഏറ്റുവാങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പെരുവനം സതീശൻ മാരാർ,
തിരുവഞ്ചുക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ AP സുരേഷ് കുമാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ക്ഷേത്രോപദേശക സമിതി ജോയിന്റ് സെക്രട്ടറി K സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മീര രാമോഹൻ നയിച്ച സംഗീത കച്ചേരി അരങ്ങേറി. സംഗീത കച്ചേരിക്ക് ശേഷം രാത്രി 9:30 തിരുവാതിരക്കളിയും അരങ്ങേറി. ആറാട്ടുപുഴ ലാസ്യ നൃത്താലയ, ആറാട്ടുപുഴ നന്ദനം തിരുവാതിരക്കളി സംഘം, ആറാട്ടുപുഴ ശ്രീ ശാസ്ത തിരുവാതിരക്കളി സംഘം എന്നിവയാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത്. 15 ബുധനാഴ്ചയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ SSLC പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവുമായി വിജയോത്സവം സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. 100% കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ വളരെയധികം വിഷമമുണ്ടായി. ഞാൻ പഞ്ചായത്തിന്റെ അവിടെ നിന്ന് വരുമ്പോൾ ടീച്ചർമാരും ഓട്ടോറിക്ഷയില് പച്ച പറഞ്ഞ പോലെ തന്നെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ അടുത്തേക്ക് എല്ലാം പോകണം. 2 കുട്ടികൾ ജയിക്കും എന്ന് പ്രതീക്ഷിച്ച ആ കുട്ടികൾ തോറ്റപ്പോഴുള്ള ഒരു വിഷമത്തോടു കൂടി അവര് ആ കുട്ടികളുടെ എത്തിക്കാണ് പോയിട്ട് വരുന്നത്. അപ്പോൾ ഞാനും വിളിച്ചപ്പോൾ എനിക്കും വളരെ വിഷമമാവാൻ കാരണമുണ്ട്. 100% കിട്ടും എന്ന് ഉറപ്പായിരുന്നു ഞങ്ങളുടെ ഭരണസമിതിക്ക്. ഈ സ്കൂളിന് 100% കിട്ടും. ഞങ്ങളുടെ സന്തോഷം മുഴുവൻ ഈ സ്കൂളിൽ വന്ന് പങ്കുവെക്കണം. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു ആദരവ് കൊടുക്കണം. ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിനെ നോക്കിക്കാണുന്നത്. പിന്നീട് 2 കുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ അടുത്ത് ഞങ്ങൾ പോവുകയുണ്ടായി, ഈ സ്കൂളിലേക്ക് വരികയുണ്ടായി. അപ്പൊ അത്രയ്ക്കും സ്നേഹത്തോടു കൂടി നിലനിൽക്കുന്ന ഈ സ്കൂള്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ അധ്യാപകര്, നമ്മുടെ മക്കൾ ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. 3 വ്യക്തികളെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തു പോകേണ്ടതുണ്ട്. നമ്മളെ പഠിപ്പിച്ച് ഈ നിലയിൽ നമുക്ക് തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ സാധിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, നമ്മുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും നമ്മൾ ഓർത്തു പോകേണ്ടതാണ്. പൂർവ്വ വിദ്യാർത്ഥിയും തിരുവനന്തപുരം ബ്രഹ്മോസ് എയറോസ്പേസിലെ എഞ്ചിനീയർ ആതിര M ഷാജൻ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ അധ്യക്ഷനായി. അതിനിടയ്ക്ക് 2 കുട്ടികള് ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു. ടീച്ചർമാരാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടില്ല, നല്ല മാർക്ക് ഇടുന്ന ഉറപ്പുള്ള 2 കുട്ടികളാണ് ഇങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത്. വാല്യൂഷൻ നടത്തിയതിന്റെ മിസ്റ്റേക്കാണ് പിന്നീട് മനസ്സിലായി. വാല്യൂഷൻ നടത്തിയ റിവാലുവേഷനിൽ അവര് നല്ല മാർക്കോട് ജയിച്ചു ചെയ്തു. പക്ഷേ ഹെഡ്മിസ്ട്രസ് എന്നോട് പറഞ്ഞാണ് അവര് ആദ്യം സന്ദർശിക്കാൻ പോയത് ഫുൾ A+ കിട്ടിയ വീട്ടിലേക്കല്ല, മറിച്ച് വിജയിക്കുന്നു കുറച്ച് പ്രതീക്ഷിച്ചിട്ട് എന്നാല് മാർക്ക് കുറഞ്ഞ ആ 2 പേരെ വീടുകളിലേക്കാണ് ആദ്യം പോയത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കാണെങ്കിലും വളരെ സന്തോഷം തന്നെ. നമ്മുടെ ടീച്ചർമാരുടെ അത്രയും കരുതൽ നൽകുന്ന അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കുന്നുള്ള വലിയ അഭിമാനം തോന്നിയ നിമിഷമാണ്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ നിർവഹിച്ചു. NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥി, SSLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികൾ എന്നിവരും ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ രജനീഷ്, PTA വൈസ് പ്രസിഡന്റ് സിജോ ഇടപ്പള്ളി, സ്കൂൾ പ്രധാനാധ്യാപിക AJ പ്രിൻസി എന്നിവർ ചേർന്ന് ആദരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിനോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾ പുരോഗമിക്കുന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗം ഹൈജമ്പ്, ഷോട്ട് പുട്ട് മത്സരങ്ങൾ ഞായറാഴ്ച നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ അധ്യക്ഷയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, TG രാജൻ, TP ഹൈൻസ്, സ്പോർട്സ് കൺവീനർ K ബാബുരാജ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സബ് ജൂനിയർ വിഭാഗം ഹൈജമ്പ് മത്സരത്തിൽ സാന്റോസ് വല്ലച്ചിറയുടെ TJ ആരുഷ് 1ാം സ്ഥാനം നേടി. ലഗാൻ പുതുകുളങ്ങരയുടെ NR ആദിക് 2ാം സ്ഥാനവും ചാത്തക്കുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ TM ജാൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ജൂനിയർ വിഭാഗം ഹൈജമ്പ് മത്സരത്തിൽ സാന്റോസ് വല്ലച്ചിറയുടെ നിരഞ്ജൻ 1ാം സ്ഥാനം നേടി. ലഗാൻ പുതുകുളങ്ങരയുടെ NV അക്ഷയ്, ആഘോഷം ചെറുശ്ശേരിയുടെ ഹരിഗോവിന്ദ് 3ാം സ്ഥാനവും നേടി.
സീനിയർ വിഭാഗം ഹൈജമ്പ് മത്സരത്തിൽ ചാത്തക്കുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വൈഷ്ണവിനാണ് 1ാം സ്ഥാനം. യുവജന സമിതിയുടെ MS സിജിൽ 2ാം സ്ഥാനവും ചാത്തക്കുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കർണൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഷോട്ട്പുട്ട് മത്സരത്തിൽ ടീം കോമ്പാരയുടെ ശ്രീരാജ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. വല്ലച്ചിറ യുവജന സമിതിയുടെ MS സിജിൽ, അതുൽ സുരേഷ് എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. ബീന ഗംഗോത്രിയുടെ നനയാത്ത മഴകൾ, കടലാസ് കൊക്കുകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. സൗഹൃദ ചെറുവത്തേരി കൂട്ടായ്മയാണ് പുസ്തകങ്ങളുടെ പ്രകാശനം ഒരുക്കിയത്. സംവിധായകൻ പ്രിയനന്ദനൻ, എഴുത്തുകാരൻ ശിവൻ സുധാലയം എന്നിവർ ചേർന്ന് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുത്തുകാരി ബീന ഗംഗോത്രിയുടെ മാതാവ് കമലം ശ്രീധരൻ, മാത്യൂസ് കൂനമ്മാവ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സൗഹൃദ ചെറുവത്തേരിയുടെ ഉപഹാരം സുനിൽ മൂപ്പിശ്ശേരി എഴുത്തുകാരി ബീന ഗംഗോത്രിക്ക് സമ്മാനിച്ചു. ഡോക്ടർ PS ജയ, പോൾസൺ തേങ്ങാപുരയ്ക്കൽ, അരുൺ ഗാന്ധിഗ്രാം, AR ശിവദാസ്, വാർഡ് മെമ്പർമാരായ ശ്രീദേവി സന്തോഷ്, കൃഷ്ണപ്രിയ ശ്രീജിത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകന്യ ജിനീഷ് എന്നിവർ സംസാരിച്ചു. നമുക്ക് സൗകര്യം കൂടുന്തോറും നമ്മൾ മനുഷ്യരെ പരസ്പരം അറിയാതെ പോകുമെന്നുള്ളതാണ്. എത്രയും പെട്ടെന്നൊക്കെ നമുക്ക് ഓരോ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ അവരെയൊന്നും അങ്ങനെ തൊട്ടു പോകാൻ പറ്റാത്തവരോ അത് നടന്നു പോകുന്നൊരു ശീലമില്ലാത്തതുകൊണ്ടാണ് അത് നമുക്ക് കൂടുതൽ സൗകര്യങ്ങളായി അങ്ങനെ കണ്ടു കടന്നു പോകുന്നവർക്കൊക്കെ വലിയ തിരക്കായി പോയിരുന്നതാണ്. പഴയ കാലത്തെ തിരക്കും പുതിയ കാലത്തെ തിരക്കിനും ഭയങ്കര മാറ്റം വന്നു എന്നുള്ളതാണ്. അതിനിടയിലൊക്കെയാണ് ആളുകൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്ര തിരക്കുള്ള കാലത്തായാലും ഗതികെട്ട കാലത്തായാലും ഒക്കെ നമ്മൾ സമയം അതിനുവേണ്ടി കളഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വായന എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല. നമ്മൾ അതിനു മുമ്പേ സ്കൂളിൽ പോണ മുഴുവൻ തയ്ച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് പിന്നെ ജീവിതം പഠിക്കണമെങ്കിൽ ഏതെങ്കിലും മാഷന്മാർ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ പറ്റാതായിപ്പോയി. കാരണം അതിൽ പഠിച്ചാൽ നമുക്കൊരു സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ജോലി കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ജോലിയുടെ പഠിപ്പില്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരുപാട് വായനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടെന്നതാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വായനകളായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വായനകളായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ മറികടക്കാനുള്ള വായനകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വായന നമ്മുടെ ജീവിതത്തെ വളരെയേറെ മാറ്റി തീർത്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ച് പെരിങ്ങോട്ടുകരയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്നാണ് ആവശ്യം. ഗീതാ ഗോപി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വാസന്തൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലീജ സന്തോഷ്, പെരിങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, CPI പ്രതിനിധി KM കിഷോർ കുമാർ, BJP പ്രതിനിധി പ്രകാശൻ കണ്ടങ്ങത്ത്, NCP പ്രതിനിധി രാജൻ ബാബു കാരാട്ടുപറമ്പിൽ, മുസ്ലിം ലീഗ് പ്രതിനിധി VA ഇസ്മായിൽ, NK ഷാജഹാൻ, UP കൃഷ്ണനുണ്ണി, മിനി ഷാജി എന്നിവർ സംസാരിച്ചു. മുന്തിയ ഇനം 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. സഞ്ജീവ് മഹാക്കൂർ എന്ന യുവാവിനെയാണ് തൃശൂർ റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേരള എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് 5 കിലോ വരുന്ന മുർഷുണ്ടി എന്ന മുന്തിയ ഇനം കഞ്ചാവുമായി സഞ്ജീവ് മഹാക്കൂർ പിടിയിലായത്. തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വോഗീസിന്റെ നേതൃത്വത്തിൽ പൂത്തോൾ P&T ക്വാർട്ടേഴ്സിന് സമീപമായിരുന്നു പരിശോധന. തൃശൂരിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരമായി കഞ്ചാവ് വിതരണം ചെയ്തിരുന്നതായി വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി എക്സൈസ് സംഘത്തിന് മൊഴി നൽകി. ഒരു തവണ കഞ്ചാവ് എത്തിച്ചു നൽകാൻ 10,000 രൂപ പ്രതിഫലമായി ലഭിച്ചിരുന്നതായും പ്രതി സമ്മതിച്ചു. മാർക്കറ്റിൽ 15 ലക്ഷം രൂപ വില വരുന്നതാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഓറിയ മുർഷുണ്ടി എന്ന മുന്തിയിനം കഞ്ചാവ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺകുമാർ, NR രാജു, KS ഗിരീഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ സിജോ മോൻ, PB നിതിൻ, M മാധവൻ, MD ബിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ, ധനുസ് കൃഷ്ണ, അനൂപ് ദാസ്, ഷാജിദ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തളിക്കുളം സ്നേഹതീരം ബീച്ചിന് വടക്ക് ചെമ്മീൻകെട്ടിന് സമീപം കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ യുവാവ് മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ ഉലുവാമ്പെട്ടി ടൗണിൽ ശിരുവാണി മെയിൻ റോഡിലെ ഷൺമുഖന്റെ മകൻ തമിഴഴകനാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. അവധി ആഘോഷത്തിന്റെ ഭാഗമായി തമിഴഴകനും സുഹൃത്തുക്കളും ബന്ധുക്കളുമടക്കം 13 പേരാണ് ബൈക്കുകളിലായി സ്നേഹതീരം ബീച്ചിലെത്തിയത്.
ഇവരിൽ തമിഴടക്കം 4 പേർ കടലിൽ പ്രക്ഷുബ്ധമായിരുന്നിട്ടും കുളിക്കാനിറങ്ങിയായിരുന്നു. കടൽ ശക്തമായി ഇരമ്പുന്നതിനാൽ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സംഘം കരയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് തമിഴഴകൻ കടലിൽ ചുഴിയിലകപ്പെട്ടത്. ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ട യുവാവ് കണ്ണിൽപ്പെടാതെ പോവുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റു 3 പേർ സുരക്ഷിതമായി കരയിലെത്തി. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും തീരദേശ പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും വൈകിട്ട് 5 മണിയോടെയാണ് അപകട സ്ഥലത്ത് നിന്ന് തെക്കായി സ്നേഹതീരം പാർക്കിന് സമീപം പള്ളിക്കടത്ത് മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വാടാനപ്പള്ളി പോലീസ് എത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. അഗ്നിരക്ഷാസേന, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. തളിക്കുളത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത ഡിവൈഡറിൽ പിക്കപ്പ് വാൻ ഇടിച്ചുകയറി. അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ തളിക്കുളം പുത്തൻതോട് ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച രാത്രി 8 മണിക്കായിരുന്നു അപകടം. ടോൾ പ്ലാസയ്ക്ക് സമീപം ഡിവൈഡറിൽ നിർമ്മാണത്തിലിരുന്ന കമ്പിക്കെട്ടിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയായിരുന്നു അപകടം. അപകടത്തിൽ കാലിൽ കമ്പി തുളച്ചുകയറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഡ്രൈവറായ മലപ്പുറം സ്വദേശി സിനാനാണ് പരിക്കേറ്റത്. അപകട വിവരം അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് സംഘം ഡ്രൈവറുടെ കാലിൽ തുളച്ചുകയറിയ കമ്പി മുറിച്ചു നീക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ തളിക്കുളം മെക്സിക്കൻ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കി തൃശൂർ ജില്ലാ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മണ്ണുത്തി ഏരിയ കമ്മിറ്റിയും. പാണഞ്ചേരി വിലങ്ങൂർ താമര വെള്ളച്ചാൽ ഉന്നതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കെ രാജൻ MLA സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടം വനിതാശ്രീ അംഗങ്ങളുടെ സ്വയം തൊഴിൽ ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കൂട്ടം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വോഗീസ് മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, കൂട്ടം ചാരിറ്റബിൾ സെക്രട്ടറി ഇന്ദ്രൻ പാലൻ തോട്ടത്തിൽ, സന്ധ്യ ദേവിദാസൻ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനംപറമ്പിൽ, ഡോക്ടർ ഏലിയാമ റാഫേൽ, ഉന്നതി ഊരുമൂപ്പൻ വാസു താമരവെള്ളച്ചാൽ, കൂട്ടം ഇന്റേണൽ ഓഡിറ്റർ തോമസ് പുലിക്കോട്ടിൽ, AC പ്രൊമോട്ടർ ജയലക്ഷ്മി, കൂട്ടം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാബു സച്ദേവ് എന്നിവർ സംസാരിച്ചു. നിരവധി പേരാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത്. കുന്നംകുളം പഴഞ്ഞിയിൽ ദമ്പതികളുടെയും മക്കളുടെയും കൂട്ട ആത്മഹത്യാശ്രമം. പിതാവും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ. പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപം മാടക്കപ്പറമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള സിബി, 19 വയസ്സുള്ള മകൾ അലീന എന്നിവരാണ് മരിച്ചത്. സിബിയുടെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരുടെ നില ഗുരുതരമാണ്. സിബിയെ വീട്ടുമുറ്റത്തെ കിണറ്റിലും മകൾ അലീനയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ വീടിനകത്ത് വിഷം ഉള്ളിച്ചെന്ന നിലയിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. ഇതിന് പിന്നാലെയാണ് ദാരുണമായ സംഭവം നടന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ ശ്രമത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. വിവരമറിഞ്ഞെത്തിയ കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കിണറ്റിൽ നിന്ന് സിബിയുടെ മൃതദേഹം പുറത്തെടുത്തത്. മരിച്ച സിബിയുടെയും മകൾ അലീനയുടെയും മൃതദേഹങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരാവസ്ഥയിലുള്ള സിബിയുടെ ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചന്ദ്രപിനിയിൽ മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ചന്ദ്രപിനി കണനാംകുളം സ്വദേശി ഏറാക്കൽ വീട്ടിൽ സൂരജ്, ഒല്ലൂർ പൊന്നൂക്കര സ്വദേശി പുറങ്ങാമ്പറമ്പിൽ വിഷ്ണു എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. മൊബൈൽ ഷോപ്പിലെത്തിയ ചാമക്കാല സ്വദേശി കൊച്ചിക്കാട്ട് വീട്ടിൽ 36 വയസ്സുള്ള യദുവിനാണ് ഇവർ കുത്തി പരിക്കേൽപ്പിച്ചത്. ചന്ദ്രാപിനി പടിഞ്ഞാറ് ഭാഗത്തുള്ള മൊബൈൽ ഷോപ്പിലെത്തിയ യദുവിനെ മദ്യലഹരിയിലെത്തിയ ഇവർ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു. കീചെയിനിലുണ്ടായിരുന്ന കത്രിക കൊണ്ടായിരുന്നു ആക്രമണം. മർദ്ദിച്ച ശേഷം യദുവിൽ നിന്ന് 1000 രൂപയും തട്ടിയെടുത്തു. ഷോൾഡറിലും പുറത്തും കുത്തേറ്റ യദു ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം അറിഞ്ഞെത്തിയ കയ്പമംഗലം പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിനിയിൽ 5ലധികം കടകളിൽ ഇവർ ഗുണ്ടാപ്പിരിവ് നടത്തിയതായി പോലീസ് പറഞ്ഞു. സൂരജും വിഷ്ണുവും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 19-കാരിയായ വിദ്യാർത്ഥിനി കിണറ്റിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ
നാസറിന്റെ മകൾ 19 വയസ്സുള്ള ഹസ്നയാണ് മരിച്ചത്. അമ്മായിയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയ ഹസ്ന ബന്ധുക്കളായ 2 കുട്ടികൾക്കൊപ്പം കുളിക്കാനെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ നെൽപ്പാടത്തിനോട് ചേർന്നുള്ള പറമ്പിലെ കിണറ്റിലാണ് മൂവരും വീണത്. മറ്റു 2 കുട്ടികളും സ്വയം രക്ഷപ്പെട്ടെങ്കിലും ഹസ്നയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് 6:30 സംഭവം. വിവരമറിഞ്ഞെത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി 8:30 ഹസ്നയെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. സംഭവവിവരമറിഞ്ഞ നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും സ്ഥലത്തെത്തി. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് തായംകുളങ്ങര ചങ്ങരയിൽ റോഡ് സ്വദേശി തൊട്ടിപ്പോൾ വീട്ടിൽ പരേതനായ വേലായുധൻകുട്ടി ഭാര്യ തങ്കമണി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ വടൂക്കര SNDP ശ്മശാനത്തിൽ നടക്കും. വാസന്തി, BJP ചേർപ്പ് മണ്ഡലം സെക്രട്ടറി ജയന്തി എന്നിവർ മക്കളും, രവീന്ദ്രൻ, ഭുവനേശ്വരി, രാധാകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി 24ാമത് ആറാട്ടുപുഴ ശ്രീ ശാസ്താ സംഗീതോത്സവത്തിന് തുടക്കം. വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ SSLC പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവുമായി വിജയോത്സവം സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിനോടനുബന്ധിച്ചുള്ള കായിക മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.